Good afternoon, sir. Okay, good afternoon, Alicia. Good afternoon, sir. Okay, good afternoon. Good afternoon, sir. Okay, Lasija. Okay, Adira, Anisha. Okay, Manu, Lichu, Alona. Amalu. Okay, Fatima. Yes. Now, Garamichalo, let's start. Oh, okay, Lichu. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ടെൻസ് ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോ ആ ടെൻസിൽ നമ്മൾ സൂചിപ്പിച്ചു സബ്ജക്റ്റ് എഴുതുന്നു, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബി എഴുതുന്നു, ബി എഴുതി കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ കൂടെ ing ചേർന്നു. ഇതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് നമ്മൾ പറഞ്ഞത്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് ആ ടെൻസ് നമ്മൾ പറഞ്ഞത്. യെസ്, ഇനി നമുക്ക് വേണ്ടത് അടുത്ത ഒരു ടെൻസിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. അപ്പൊ ആ ടെൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആ, ഓക്കെ 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 യെസ്. ആ, റെഡി റെഡി റെഡി. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഒരു ടെൻസിലോട്ട് പോകുന്നതിന് മുമ്പ് അപ്പൊ വേറൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് അടുത്ത ടീച്ചറെ രാവിലെ ടീച്ചറിന്റെ സമയത്തിൽ അരമണിക്കൂർ കൂടി നമ്മളിത് കൂട്ടി പിടിച്ചിട്ട് ഓക്കെ 1.5 മണിക്കൂറാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. സബ്മിഷൻ പോലെ ഗെറ്റ് റെഡി ഫോർ ആൻസറിങ് സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒരു മിനിറ്റ്. ഇതൊന്ന് റെഡി പോലെ പോയില്ല. ആ, അതെ. ഇല്ല, ഇത് കുറച്ച് ചെയ്ത കുറച്ച് അവരുടെ എല്ലാവരുടെയും പേര് കിട്ടില്ല. ആ, ഓക്കെ ഓക്കെ. ഇവിടെ ഇത് പോലെ ഇത് കൂടാണ്ട് ഇവിടെ വേറെ വല്ല പരസ്യം വരണമെങ്കിലേ പരസ്യം വേറെ ഈ പോസ്റ്റ് മാർക്ക് ഇല്ലാതെ വരുമ്പോ ഓക്കെ ഓക്കെ ഞാൻ ചെയ്തു. യെസ്, ലെറ്റ് സ്റ്റാർട്ട്. ഫോട്ടോ ഒരാളാക്കണം അങ്ങനെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു സാന്റാക്ലോസിന്റെ ചിരിയുടെ എല്ലാം ചോദിച്ചതല്ലേ നമ്മൾ അവസാനിപ്പിച്ചത്? റൈറ്റ്?
Yes, sir. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇന്ന് സഡൻ തോട്ടാണ്. പെട്ടെന്ന് നിങ്ങൾ മനസ്സിലേക്ക് വരുന്നത് എന്താണോ അത് മാത്രമാണ് പറയേണ്ടത്. ആലോചിച്ച് കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾ വരും. അപ്പൊ അത് അത്രയും ആലോചിക്കേണ്ട കാര്യമില്ല. ചോദ്യം കേൾക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഉത്തരം അതാണ് ഇതിന്റെ കറക്റ്റായ ആൻസർ. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. 4 പേരുടെ പേര് ഓർത്തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് ആദ്യം രേഖപ്പെടുത്തുന്ന 3 പേര് കേട്ടോ. ആദ്യം ഉത്തരം പറയുന്ന 3 പേരുടെ പറയുന്നതല്ല, എഴുതുന്ന 3 പേര്. ഓക്കെ, വെരി സിമ്പിൾ ആയ ചോദ്യങ്ങളാണ്. ഓക്കെ, വെരി സിമ്പിൾ വെരി സിമ്പിൾ. ഇത് ചിലപ്പോൾ ഒരു പ്രോവർബ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സേയിങ്സ് ആയിരിക്കും, ഒരു പഴഞ്ചൊല്ല്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് പറയുന്നത്, ബാക്കി നിങ്ങൾ പറയണം. ഇത്രയുള്ള കേസ് സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. A picture is worth, WORTH, worth dash. A picture is worth dash. എന്താണല്ലോ പറയണം ഒന്നുകൂടി. A picture is worth dash. പ്രോവർബ് ആണോ? അപ്പോ മസ്ഹിത്ത് ആൻഡ് അൽഫിയ ആൻഡ് റംസി. മസ്ഹിത്ത്, അൽഫിയ, റംസി. അവര് 3 പേരും പറഞ്ഞത്, അതില് മസ്ജിദ് പറഞ്ഞതാണ് കറക്റ്റ്. എന്റെ ആൻസർ പറയാം. എ പിക്ചർ, ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് വർത്ത് 1000 വേർഡ്സ്. 1000 വാക്കുകളേക്കാൾ കൂടുതൽ വിലയുള്ളതാണ് ഒരു ചിത്രം. അതായത് ഒരു ചിത്രം കണ്ടു കഴിയുമ്പോൾ നമുക്ക് 1000 വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യത്തെക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പിടികിട്ടും. കൂടുതലിരിക്കുന്നത് ഒരു കൊച്ചുകുട്ടി ബാഗുമായിട്ട് ഓടുന്ന PWD വരച്ചു വെച്ചിരിക്കുന്ന ചിത്രം കണ്ട് നമുക്ക് മനസ്സിലാവും. തൊട്ടരികത്ത് തന്നെ ഒരു സ്കൂളുണ്ട്, അത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടെ കുട്ടികൾ വട്ടം ചാടാൻ സാധ്യതയുണ്ട്. എല്ലാം ഡ്രൈവർക്ക് പിടികിട്ടുകയാണ്. പിക്ചർ ഈസ് വർത്ത് 1000 വേർഡ്സ്. ഒരാൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ബാക്കിയുള്ളവർ വേർഡ്സ് എന്നാ പറഞ്ഞോളൂ. അവരെ കൂടി ഞാൻ പരിഗണിച്ചിട്ടാണ് അൽഫിയെ, മസ്ജിദും റംസിയെയും എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ചോദ്യത്തിന്റെ മോഡൽ കേട്ടോ. ഒരു സേയിങ്സ്, ഒരു പ്രോവർബ്, ഒരു പകുതി ഞാൻ പറയുന്നത്. Every cloud has a dash. Every cloud has a dash. ഓരോരുത്തരോട് ഉത്തരം ഞാൻ കണ്ടു. ഓക്കെ ഓക്കെ. അപ്പൊ ഫാത്തിമ, മസ്ജിദ്, പിന്നെ ഏറ്റവും ആദ്യം പറഞ്ഞത് ആരാണ്? ഫാത്തിമ ഉണ്ട്. അമൃത. ശരിയാണ് ശരിയാണ് ശരിയാണ്. ഓക്കെ, എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. ഓരോ മേഘങ്ങൾക്കിടയിലും എ സിൽവർ ലൈനിങ്, ഒരു വെള്ളി വരയുണ്ട് എന്നാണ് പറയുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാല് എത്ര ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ എല്ലായിടത്തും ഒരു പ്രതീക്ഷയുണ്ട്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും there is a possibility, ഒരു സാധ്യതയുണ്ട് എല്ലാത്തിനും. അതാണ് എവരി ക്ലൗഡ്. മേഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറുത്തതാണ്, മഴമേഘങ്ങൾ. അവിടെയും ഒരു സിൽവർ ലൈനിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഈ നല്ല മഴക്കാരൊക്കെ ഉള്ള രാത്രികളില് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇടി മുഴക്കമില്ല, ഇടിമിന്നൽ മാത്രം കാണുന്ന സമയം നോക്കിക്കഴിഞ്ഞാല് ഒരു വെള്ളി വര പോലെ ഇങ്ങനെ കാണാം. അതാണ് സയൻസ്. എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ഓക്കെ, നെക്സ്റ്റ്.
It is better to be safe, SAFE, to be safe than dash. It is better to be safe than dash. Simi, Amrita, Fatima. Simi, Amrita, Fatima. Okay, your answer is correct. Nandana പറഞ്ഞിട്ടുണ്ട്, നസീജ പറഞ്ഞിട്ടുണ്ട്, അലീഷ പറഞ്ഞിട്ടുണ്ട്, റോഷി പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഞാൻ ആദ്യം പറഞ്ഞ 3 പേരും പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ സംഗതി അവസാനിക്കുകയാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ്. സേഫ് ആയിരിക്കുക എന്നുള്ളതാണ് സോറി പറയുന്നതിനേക്കാൾ നല്ലത്. അതായത് സോറി ഒരാൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓ, അവൻ എന്നോട് ക്ഷമ പറഞ്ഞില്ലേ. ഈ സോറി നമ്മളോട് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടർ അനുകരിക്കും. അത് നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന സോറിയല്ല. അതാണ് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ സോറി. ഡോക്ടറെ കൊണ്ട് സോറി പറയിപ്പിക്കരുത്, മറിച്ച് ടു ബി സേഫ്, സുരക്ഷിതയായിരിക്കും. ഓക്കെ, അടുത്തത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു പഴഞ്ചൊല്ലിന്റെ ഒരു കഷ്ടമാണ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഡാഷ്. Necessity is the mother of dash. Simi, Alona, Amrita. Simi, Alona, Amrita. Okay. Necessity, Alfia പറഞ്ഞിട്ടുണ്ട്. Ramsi, need അല്ല. Necessity is the mother of. അത് അർത്ഥം തന്നെയാണ് ഈ മെൻഷൻ. ഓക്കെ, അലീഷ, അമീഷ, അനീഷ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. Necessity is the mother of invention. അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സുഹൈന കറക്റ്റ് ആണ്. നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. കണ്ടുപിടുത്തത്തിന്റെ അമ്മയാണ്. അത്യാവശ്യം വരുമ്പോൾ നമ്മളത് കണ്ടുപിടിച്ചിരിക്കും, അത് ചെയ്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സേയിങ് ആണ് പ്രാക്ടീസ്, പരിശീലനം നടത്തുന്നത്. പ്രാക്ടീസ് മേക്സ്, MAKES, മേക്സ് ഡാഷ്. മിനി, മസ്ഹിദ്, അമൃത. മിനി, മസ്ഹിദ്, അമൃത. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. അവമില് പറഞ്ഞിട്ടുണ്ട്, ശ്രുതി പറഞ്ഞിട്ടുണ്ട്, അനീഷ പറഞ്ഞിട്ടുണ്ട്, സുൽഫത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. എല്ലാവരുടെ ആൻസർ ഈ സംഗതി അറിയാം, പക്ഷെ ആദ്യം പറഞ്ഞ 3 പേരെ പരിഗണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം എന്നറിയുന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പ്രാക്ടീസ് ഉണ്ട്, പെർഫെക്റ്റ്. പ്രാക്ടീസ് മേക്സ് ദ മാൻ പെർഫെക്റ്റ് എന്നാണ് ഫുള്ളായിട്ടുള്ള സംഗതി. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് don't, DONT, don't count, COUNT, don't count your chickens, CHICKENS, before dash. Don't count your chickens before dash. Rohini, Simi, Fatima. Rohini, Simi, Fatima. Okay, അത് കറക്റ്റ് ആണ്. അനീഷ കറക്റ്റ് ആണ്. ചില ആൾക്കാർ ബർത്ത് എഴുതിയിട്ടുണ്ട്, ബർത്ത് അല്ല. മുട്ട എന്ന് പറയുമ്പോൾ അത് ബീഗ എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന വാക്ക് അതാണ് ഹാച്ച് ആണ്. ഹാച്ച്, HATCH. ഓക്കെ 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 ഓക്കെ. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച്. വിരിയുന്നതിന് മുമ്പ് നമ്മൾ കുഞ്ഞുങ്ങളെ എണ്ണി നോക്കരുത്. പറയാറില്ലേ, മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ. അതായത് അട വെച്ചിട്ടുള്ളൂ, കുഞ്ഞ് വീട്ടിന് പുറത്തേക്ക് വന്നിട്ടില്ല എങ്കിലും നമ്മൾ എണ്ണി തീർക്കും. ഇത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാവും, അത് പിന്നെ മുട്ടയിടും, അതിന്റെ കുഞ്ഞുങ്ങളെ വീണ്ടും അടവയ്ക്കും, അപ്പൊ വീണ്ടും കുഞ്ഞുങ്ങൾ ഇത്ര ഉണ്ടായി, വീണ്ടും അതിന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ 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 പോയില്ലേ. ഇത് പാടില്ല. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച്. വിരിയുന്നതിന് മുമ്പ് ചിക്കൻസിനെ എണ്ണി നോക്കാൻ പാടില്ല. യെസ്, നെക്സ്റ്റ് വാക്ക് ആബ്സെൻസ്.
ഇതൊരു എന്താ പറയാ കാൽപ്പനികതയെക്കുള്ള സംഗതിയാണ്. ചിലപ്പോൾ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടാവും. ആബ്സെൻസ് മേക്സ് ഹാർട്ട് HEART ഗ്രോ ഡാഷ്. ആബ്സെൻസ് മേക്സ് ഹാർട്ട് ഗ്രോ ഡാഷ്. സിമി ഫാത്തിമ അൽഫിയ. സിമി ഫാത്തിമ അൽഫിയ. അൽഫിയ നേരത്തെ വന്നതാണ്. ഓക്കെ 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 ഓക്കെ. അലോന പറഞ്ഞത് ശരിയാണ്, മസ്ജിദ് പറഞ്ഞത് ശരിയാണ്, പ്രസൻസ് അല്ല കേട്ടോ. രോഹിണി പറഞ്ഞത് കറക്റ്റ്, രോഹിണി കൃഷ്ണൻ പറഞ്ഞത് കറക്റ്റ്. ഓക്കെ 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 ഓക്കെ. യെസ്. അതായത് ചില ആളുകൾ നമുക്ക് കാണാതിരുന്ന് കഴിയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു, അപ്പോഴാണ് നമ്മൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു നമ്മൾ അറിയുള്ളൂ. എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ അച്ഛനോ ഒരു ദിവസം അവർ മാറി നിൽക്കട്ടെ, അപ്പോഴാണ് നിങ്ങൾക്ക് ആ ആൾക്ക് ഇത്രമാത്രം സ്വാധീനം വീട്ടിലുണ്ടല്ലേ, എന്റെ ജീവിതത്തിലുണ്ടല്ലേ നമ്മൾ തിരിച്ചറിയുള്ളൂ. പലപ്പോഴും അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലാണ് ആബ്സെൻസ് മേക്സ് യുവർ ഹാർട്ട് ഗ്രോ ഫോണ്ട് ഓഫ് എന്ന് പറയുന്ന ഫ്രേസ് ആണ് ലൈറ്റ് എന്നതിന്റെ അർത്ഥം. ഫോണ്ട് ഓഫ്. അതൊക്കെ നിങ്ങൾ ഒരു പക്ഷെ അനുഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. ആബ്സെൻസ് കാണാണ്ടാവുന്നത്, കാണുന്നത് തന്നെ പിടിക്കുന്ന ആളാണ് എങ്കിലും കാണാണ്ടാവുന്നത് നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. യെസ്. ലച്ചു പറയുന്നു, ലച്ചു വളരെ എന്താ പറയാ കാവ്യാത്മകതയുള്ള ഹൃദയമുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ലച്ചു പറയുന്നത് യെസ് കറക്റ്റ് അല്ലേ? ലച്ചു ഒരു പക്ഷേ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. യെസ്. നെക്സ്റ്റ് ഫ്രേസ്, ക്യൂരിയോസിറ്റി കിൽഡ് ഡാഷ്. ക്യൂരിയോസിറ്റി കിൽഡ് ഡാഷ്. അതല്ല സുഹൈന. ഫാത്തിമ മസ്ഹിദ് റംസി. ഫാത്തിമ മസ്ഹിദ് റംസി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതൊരു ഫ്രേസ് ആണത്. ക്യൂരിയോസിറ്റി കിൽഡ് ദ ക്യാറ്റ്. ജിജ്ഞാസ അത് നശിപ്പിക്കുന്നതാണ്. ക്യാറ്റ് സ്റ്റോറി. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ക്യൂരിയോസിറ്റി കിൽഡ് ദ ക്യാറ്റ്. അതാണ് എന്റെ ഫ്രേസ്. യെസ്. അടുത്തത് സിമ്പിൾ ആണ്. പലപ്പോഴും ഇതേ വാചകം പറഞ്ഞ് നമ്മൾ പല ആളുകളെയും വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ ആശ്വാസം കൊള്ളുകയോ ചെയ്തിട്ടുള്ള വാക്കാണ്. Every dog has a dash. Masjid Mini Divya. Masjid Mini Divya. ഓക്കെ, കറക്റ്റ് ആണ്. നന്ദന പറഞ്ഞത് കറക്റ്റ് ആണ്, ലച്ചു പറഞ്ഞത് കറക്റ്റ് ആണ്, അനീഷ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, എല്ലാവരും പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. സെമി പറഞ്ഞത്, സുൽഫിത്ത് പറഞ്ഞത്, ഹസീന പറഞ്ഞത്, അൽഫിയ പറഞ്ഞത്, നസീജ പറഞ്ഞത് എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ ആദ്യത്തെ 3 പേരെ ഞാൻ പരിഗണിച്ചതാണ്. എവരി ഡോഗ് ഹാസ് എ ഡേ. എനിക്കുണ്ടാകും ഒരു ദിവസം എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും എല്ലാ നായ്ക്കൾക്കും ഒരു ദിവസം എന്ന് പറയില്ല, ഒരു ദിവസം നമുക്കും ഉണ്ടാകും. ഓക്കെ, എവരി ഡോഗ് ഹാസ് എ ഡേ. നെക്സ്റ്റ്, ഇത് കേൾക്കുമ്പോൾ ആദ്യം തോന്നുന്നത് നിങ്ങൾ പറഞ്ഞാൽ മതി, കറക്റ്റ് ആയിരിക്കും. ആദ്യം ആലോചിക്കാൻ പോകണ്ട. നെക്സ്റ്റ് ഈസ് ദാറ്റ് ഗുഡ് തിങ്സ്, നല്ല കാര്യങ്ങൾ, ഗുഡ് തിങ്സ് കം ടു ദോസ് THOAC. ഗുഡ് തിങ്സ് കംസ് ടു ദോസ് ഡാഷ്. മസ്ജിദ് സിമി റംസി. മസ്ജിദ് സിമി റംസി. ഓക്കെ, those who wait ആണ്. ഓക്കെ അൽഫിയ, ഓക്കെ സുൽഫിത്ത്, ഓക്കെ ലച്ചു, ശരിയാണ്, കറക്റ്റ് ആണ്. അപ്പൊ ആദ്യം പറഞ്ഞ 3 പേരെ പരിഗണിച്ചിട്ടുണ്ട്. ഗുഡ് തിങ്സ് കം, നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്, ടു ദോസ് ഡാഷ് ഹു വെയിറ്റ്, ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നവർക്കാണ് നല്ല കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കുന്നത്. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനും ഒരു പരിധിയുണ്ട്. ഇനിയും വരും. ഇനിയിപ്പോ നമുക്കൊരു കുറച്ച് കോഴിയുടെ മുട്ട നമ്മൾ വിരിയാൻ വേണ്ടി അടവെച്ചു. അത് വിരിയുന്നതിനുള്ള ദിവസമുണ്ട്.
അതൊരു പക്ഷേ 21 ദിവസം എന്ന് വിചാരിക്കും. ഈ 21 ദിവസം കഴിഞ്ഞിട്ടും വിരിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ ക്ഷമയോടെ കാത്തു നിൽക്കണമെന്നല്ല. അപ്പൊ സംതിങ് ഈസ് ഹാപ്പൻഡ്. അത് നമ്മളെ പിന്നെ അന്വേഷിക്കണം. ക്ഷമയോട് കൂടി ഒരു വർഷം വരെ കാത്തു നിൽക്കരുത്. അതാണ് രണ്ട് കാര്യം. അതിന് രണ്ടിനും ഒരു പരിധിയുണ്ട്. ക്ഷമയോടുകൂടി കാത്തു നിൽക്കുക എന്നുള്ളതാണ് ശരി. പക്ഷെ ആ ക്ഷമിക്കുന്നതിന് നമ്മളൊരു ലിമിറ്റ് വെക്കുക, അല്ലെങ്കിൽ കാത്തു നിൽക്കല് ഒരു ലിമിറ്റ് വെക്കുക. ഓക്കെ ഓക്കെ. അടുത്തത് the grass പുല്ല് is always greener. GREENER. The grass is always greener dash. നവിത, അമൃത, അൽഫിയ. നവിത, അമൃത, അൽഫിയ. ഓക്കെ 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 ഓക്കെ. ബാക്കിയുള്ളവരും പറഞ്ഞത്, ഷെബി പറഞ്ഞിട്ടുണ്ട്, സുൽഫത്ത് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആണ്, ശരി തന്നെയാണ്. ഓക്കെ 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 ഓക്കെ. ദ ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീനർ. എപ്പോഴും നമുക്ക് പുല്ല്, മരങ്ങളെയൊക്കെ പച്ചപ്പായിട്ട് തോന്നുന്നത് അതർ. ഓക്കെ, സുഹൈന കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതർ സൈഡ്, അപ്പുറത്ത് നോക്കുമ്പോൾ നമ്മൾ അക്കരപ്പച്ച എന്ന് പറയില്ല, ആ സംഗതി തന്നെയാണ് ഈ സംഗതി, അക്കരപ്പച്ച. ഓക്കെ. നെക്സ്റ്റ് ഈസ് കോൾഡ് ക്ലീൻലിനെസ്. CLEANLINESS. Cleanliness is next to dash. നവിത, ഫാത്തിമ, അൽഫിയ. നവിത, ഫാത്തിമ, അൽഫിയ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അനീഷ കറക്റ്റ് ആൻസർ ആണ്. ലച്ചു കറക്റ്റ് ആൻസർ ആണ്. ഷെമി കറക്റ്റ് ആൻസർ ആണ്. റോഷിനി കറക്റ്റ് ആൻസർ ആണ്. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവീകത്വത്തിന്റെ അടുത്തൊരു സ്റ്റേജാണ് എന്ന് പറയുന്നത്. ഗോഡ്ലിനെസ്. GODLINESS. ഓക്കെ 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 ഓക്കെ. ഇനി ഈ സെക്ഷനിലെ അവസാനത്തെ ഒരു ചോദ്യത്തിലോട്ട് ഞാൻ കിടക്കുകയാണ്. ചോദ്യം ഇതാണ്: ഡോണ്ട് ബൈറ്റ്, BIT, bite the hand, HAND, dash. Don't bite the hand, dash. സിമി, ഫാത്തിമ, അനീഷ. സിമി, ഫാത്തിമ, അനീഷ. അനീഷ നേരത്തെ വന്നിട്ടില്ല അല്ലെ? അനീഷ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഈ പ്രാവശ്യം മാർക്കുകളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ പറ്റും. 3 പേരായതുകൊണ്ട് എന്റെ ഓർമ്മയിൽ നിന്ന് 4ാമത്തെ ആൾ മാഞ്ഞു പോയിരുന്നില്ല. ഓക്കെ, ഇത് ചുമ്മാ പറഞ്ഞ രസത്തിൽ പറഞ്ഞതാണ്. പക്ഷെ ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഉപകാരത്തിൽ കൊള്ളും. കാരണം ചിലപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ പഠിക്കുമ്പോൾ ഇതേപോലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റും. എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതുകൂടെ എടുത്ത് തകർക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങളുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. ആരും ഉത്തരം പറയാതിരുന്നില്ല. എനിക്കൊരു പോയിന്റ് ഒന്നും കിട്ടിയില്ല. പോയിന്റ് മുഴുവൻ കിട്ടിയത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ആ കാര്യത്തിന് മിടുക്കന്മാരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് കിട്ടിയ പോയിന്റുകൾ ഞാനത് വായിക്കുകയാണ്. ഇല്ല, ഇനി വരും ലച്ചു. ഈ സെക്ഷൻ കഴിഞ്ഞു വേറൊരു മോഡലിൽ നമുക്ക് ചോദിക്കാം. അത് സ്വല്പം കഴിഞ്ഞിട്ട്. ഡോണ്ട് വറി ലച്ചു. അനീഷ. ഓക്കെ റംസി. അനീഷ ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ദിവ്യക്കും ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അലോനക്കും ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. നബിതക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. മിനി തീമസിനും 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. റോഷിനിക്ക് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. റംസിക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി ഫാത്തിമക്ക് ഫാത്തിമ ഞാൻ 2 പ്രാവശ്യം എഴുതിപ്പോയിട്ടുണ്ട്. അപ്പൊ 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഫാത്തിമക്ക് 8 പോയിന്റ് ഉണ്ട്. ഫാത്തിമക്ക് 8 പോയിന്റ്. യെസ്. സിമിക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സിമിക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അൽഫിയക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 4 പോയിന്റ്. അമൃതക്ക്
5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. മസ്ഹിദിന് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 6 പോയിന്റ്. അപ്പൊ അതാണ് ഇന്ന് ലഭിച്ചിട്ടുള്ള പോയിന്റ്. പക്ഷെ പോയിന്റ് ലഭിക്കാതെ വിഷമിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ഉത്തരം അറിയാം. നിങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള സ്പീഡിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടോ 4-ാമത് 5-ാമതൊക്കെ ആയി പോയതാണ്. അപ്പോൾ അത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അത് നല്ലതാണ്, കറക്റ്റ് ആണ്. ഓക്കെ. ഇനി കൺഗ്രാജുലേഷൻ ഫ്രണ്ട്സ്, വെരി ഗുഡ്. ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. റോഷിനി കൃഷ്ണൻ. ഓക്കെ. അപ്പൊ അലോന ബിജു. ഓക്കെ. ഞാനൊരു 5 മലയാളം വാക്കുകളാണ് പറയുന്നത്. അതിന്റെ കറക്റ്റ് ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഇംഗ്ലീഷ് പറയും. ഏറ്റവും ഷോർട്ടായ ഇംഗ്ലീഷ്. ഇപ്പോ അലോനയുടെ മക്കൾ ഓടിക്കളിക്കുന്നത് കാണുമ്പോ അലോന കുട്ടികളോട് പറയണം, ഓട്ടം നിർത്തുക, ഓടരുത് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. Don't run. No. Don't run. ഇനി വേറൊരു വാക്ക്. Stop run. ഓക്കെ. സ്റ്റോപ്പ് റൺ അല്ല, സ്റ്റോപ്പ് റണ്ണിങ് കേട്ടാ. സ്റ്റോപ്പ് റൺ അല്ല. ഓക്കെ. നമിത പറഞ്ഞു സ്റ്റോപ്പ് റണ്ണിങ്. ഓക്കെ. എന്നാലും അലോനൊക്കെ പോയിന്റ്സ് നന്നായിട്ട് ഞാൻ വെക്കുള്ളൂ, തെറ്റുപറ്റിയിട്ടില്ല. ഓക്കെ. ഇനി അലോന കുട്ടിയുമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അലോനയുടെ കുട്ടി ഏതെങ്കിലും ഒരു മുതിർന്ന ആളോട് അറിയാണ്ട് തട്ടുകയോ മുട്ടുകയോ എന്ന് ചെയ്ത് കഴിഞ്ഞപ്പോ അലോനയുടെ മകനോട് അല്ലെങ്കിൽ മകളോട് പറയുന്ന മാപ്പ് പറയും. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അലോനയുടെ മകനോട് പറയാണ്, അവനോട് മാപ്പ്, അവരോടൊന്നും വേണ്ട, ഒരു പേരാളുള്ളൂ, മാപ്പ് പറയും. മകനോട് പറയും. ചെറിയ കൊച്ചാണ്. Sorry. അപ്പൊ കറക്റ്റ് അമൃതയും നവിതയും നസീജയും ഒക്കെ പറഞ്ഞാല് സോറി അങ്ങനെയല്ല പറയാം കേട്ടാ. ഓക്കെ റോഷി, നോ പ്രോബ്ലം. ഓക്കെ. അപ്പോളജീസ് എന്ന് പറയാം. പക്ഷെ ഇത് കടുകെട്ടിയാണ്. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ സേ സോറി അത് പറയട്ടെ. അപ്പോളജീസ് സോറി. അപ്പൊ സേ സോറി എന്ന് പറയാം. ഓക്കെ. യെസ്. ഇനി 3-ാമത്തെ ചോദ്യം. അലോന ഒരാളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോ പിന്നീട് മനസ്സിലായി അയാള് സത്യസന്ധമായിട്ടല്ല പെരുമാറിയതെന്ന് പിന്നീട് മനസ്സിലായി. അപ്പൊ അയാളോട് പിന്നീട് നിങ്ങൾ മുഖത്ത് നോക്കി പറയുന്നത് സത്യസന്ധത പുലർത്തുക എന്ന് അയാളോട് പറയുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞു. To be honest. വെരി കറക്റ്റ്. ബി ഓണസ്റ്റ്. വെരി ഗുഡ്. ബി ഓണസ്റ്റ്. കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഒരെണ്ണം അലോനക്ക് പോയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇനി അടുത്തൊരു ചോദ്യം ഇതാണ്. അപ്പോ നിങ്ങൾ എല്ലാവരും കൂടി കുറച്ചു പേരും കൂടി ടൂർ പോകാൻ തീരുമാനിച്ചു. രാവിലെ 8 മണിക്ക് വണ്ടി വരും. 8 മണിക്ക് രാവിലെ എത്തണമെന്ന് പറഞ്ഞു. ഒരാൾ എത്തിക്കഴിഞ്ഞപ്പോ 8:30 ബാക്കിയുള്ളവർക്ക് 8 മണിക്ക് എത്തി. ആ വൈകി എത്തിയ ആളോട് അലോന പറയുകയാണ്, ഇപ്പൊ വൈകി, ഭാവിയിലും ഇതേപോലെ പല പല കാര്യങ്ങൾ ഉണ്ടാകുമ്പോ വൈകരുത് എന്നുള്ളൊരു ഉപദേശം പോലെ പറയുകയാണ്. കൃത്യസമയത്ത് Don't repeat. കുറച്ചുകൂടി വേറെ വാക്ക്. വൈകി വരുന്നതിന്റെ ആണോ അതോ ഇനി ഇത് ആവർത്തിക്കരുത് എന്നുള്ളതാണോ? എവിടെയായാലും കറക്റ്റ് സമയത്ത് എത്തുക എന്നുള്ള അർത്ഥം വരും. എന്ത് കാര്യത്തിനായാലും കൃത്യസമയത്ത് എത്തണം. പങ്ക്ച്വാലിറ്റി. Be punctual പറയാം. ഫാത്തിമ, it is a correct answer. Be on time. കൃത്യസമയത്ത് എത്തുക. Be on time. It is correct. Be punctual. അത് കുഴപ്പമൊന്നുമില്ല. Be on time എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കും അധികം ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എങ്കിലും കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. Be punctual എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷെ കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ.
Value of time. Okay, okay, yes. Okay, Anju, be on time. Okay, okay, okay. ഇനി അഞ്ചാമത്തെ ചോദ്യം, which is the last question to Alona. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കുറച്ച് ആളുകളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഒരാളുടെ മര്യാദയില്ലാത്ത പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോൾ അലോന അയാളോട് പറയുന്നു മര്യാദ പാലിക്കുക. അത് എന്നോട് മര്യാദ പാലിക്കുക എന്നുള്ളതല്ല, മൊത്തത്തിൽ ജീവിതത്തിൽ നിന്ന് മര്യാദ പാലിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. മര്യാദ പാലിക്കുക. Behave yourselves. Behave yourselves. Behave yourself. ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും കുറച്ചുകൂടി ലളിതവൽക്കരിച്ച് പറയാൻ പറ്റും? ബിഹേവ് യുവർസെൽഫ് കറക്റ്റ് ആണ്. സിമ്പിൾ ആയിട്ട് കീപ് സം മാനേഴ്സ്. ലെങ്തി ആയി പോയി ഫാത്തിമ, കുഴപ്പമൊന്നുമില്ല. ശരി. ബിയോണ്ട് എന്നുള്ളത് ബി എന്ന് മാത്രം മതി. സിമി ഓക്കെ. നന്ദന കറക്റ്റ് ആണ്. ബി പൊളൈറ്റ്. മാന്യമായിട്ട് ആയിരിക്കും. ബി മീൻസ് ആയിരിക്കുന്നത്. ബി പൊളൈറ്റ്, മാന്യനായിരിക്കുക, മാന്യത പാലിക്കുക. ബി പൊളൈറ്റ്. ഓക്കെ അലോന, യു ആർ വെരി ഗുഡ്. അലോനക്ക് ആഗ്രഹം ഒരെണ്ണം മിസ്സായിപ്പെട്ടുള്ളൂ, ബാക്കി മുഴുവൻ അലോന കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ബി പൊളൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ആരാണ്? ലച്ചു. റോഷിനി ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലച്ചു. യെസ്. എന്നാല് അഞ്ചു. സിമ്പിളായ ചോദ്യങ്ങളല്ലേ? എന്നാ പിന്നെ ആരെങ്കിലും ധൈര്യപ്പെട്ടു സാറേ എന്നോട് ചോദിക്കും. ജസീല. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ലച്ചു. ഓക്കെ, സോറി 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 സോറി. യെസ്, ലച്ചോടെ സ്കാൻ ചെയ്യാൻ. ഓക്കെ ഓക്കെ. അഞ്ചു കുഴപ്പമില്ല കുഴപ്പമില്ല. ജസീല. ജസീല. യെസ്. നന്ദൻ. ഫാത്തിമ ഷാജി. അറിയോ? ഓക്കെ. നബിത പറയുന്നു. ഞാൻ ഫാത്തിമ രണ്ടാമത് വരാം. ഓക്കെ ഓക്കെ. നബിത. നബിത. റെഡി? യെസ് സർ. ഓക്കെ 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 ഓക്കെ. അപ്പോ നബിത ഒരു സ്കൂളിൽ അധ്യാപിക. സുഹൈന. ഓക്കെ 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 ഓക്കെ. സുഹൈലിനെ വിളിക്കണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. ചോദ്യം ഇതാണ്. നബിത ഒരു സ്കൂളിലെ അധ്യാപിക എന്ന് വിചാരിക്കും. അധ്യാപിക കുട്ടികളെ കൊച്ചയുണ്ടാക്കുമ്പോ അവരോട് നബിത പറയുകയാണ് മിണ്ടാതിരിക്കുക. കീപ് ക്വയറ്റ്. Keep quiet. Okay, correct. Silence, please. Silent, please. Silence. Okay, keep silent. Okay. Okay, okay. Very good, very good. Keep quiet. Very good, very good. Roshni പറഞ്ഞത് correct ആണ്. Silence, please. Okay. ഇനി നബിത കൊണ്ടുവന്ന് വെച്ച എന്തെങ്കിലും സംഗതി ആയിരിക്കും, ഒരു ഫാൻസി ആയിട്ടുള്ള ഐറ്റം. അപ്പൊ കൊച്ചുകുട്ടി അതില് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവന്റെ കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി അവനത് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോ അയ്യോ അത് അത്രയും വേണ്ട ഷമീല. അപ്പൊ അത് കുറച്ചുകൂടി കടുത്ത കട്ടിയും പറഞ്ഞ് ദേഷ്യത്തിനൊക്കെ അത് പറയാം. അപ്പോ അവ കൊച്ചുകുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നബിതക്ക് പിടികിട്ടി. അപ്പൊ അവരോട് പറയാം എടുത്തോളൂ, എടുത്തോളൂ. ടേക്ക് ഇറ്റ്. ഓക്കെ. അഞ്ചു പറയുന്നു ടേക്ക് ദിസ്. അമൃത ഡു യു വാണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് പോയി. നിനക്ക് വേണോ? എടുത്തോളൂ. സുഹൈന കറക്റ്റ് ആണ്. ഹാബിറ്റ് ശ്രുതി കറക്റ്റ് ആണ്. ആതിര കറക്റ്റ് ആണ്. അൽഫിയ കറക്റ്റ് ആണ്. അലോന കറക്റ്റ് ആണ്. ടേക്ക് ഇറ്റ്, എടുത്തോളൂ. ഓക്കെ ഓക്കെ. ഒരു പയ്യൻ നോക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ചെറിയ കുട്ടിയൊക്കെ പറഞ്ഞു യെസ് എടുത്തോളൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നബിതയുടെ കുട്ടിയുമായിട്ട് പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് കുട്ടി പിടിവിട്ട് ഓടിപ്പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ അതൊന്ന് ഓടിപ്പോണ കണ്ടു കഴിഞ്ഞപ്പോ ചെറിയ കുട്ടിയാണ് അതിനോട് പറയുന്നത് എന്റെ കൈ പിടിക്കൂ,
എന്റെ കൈ പിടിക്കൂ. Hold my hand. ഹോൾഡ് മൈ ഹാൻഡ്. ഹോൾഡ് മീ. ഓക്കെ ഓക്കെ ഓക്കെ. സുൽഫത്ത് പറഞ്ഞിട്ടുണ്ട്. കീപ് മൈ ഹാൻഡ്. ഷെമി ബഷീർ ഹോൾഡ് മൈ ഹാൻഡ്. ഹാൻഡ്സിനോട് ഹാൻഡ് ആക്കാൻ മനോല ഹോൾഡ് ഇറ്റ്. കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് ഹോൾഡ് ഇറ്റ് എന്ന് പറയാം. ഓക്കെ നവിത റൈറ്റ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഇനി അടുത്തത് ഒരു പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്തു. ഓക്കെ ലച്ചു ഒരു പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ അത് പൊളിഞ്ഞു പാളീസായെന്ന് വിചാരിക്കും. അഞ്ചാറ് പേര് പ്ലാൻ ചെയ്ത പദ്ധതിയാണ്. അത് പൊളിഞ്ഞു പാളീസായി കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് കൂടിയതിന് ശേഷം അവരോട് നബിത ചോദിക്കുകയാണ്, വീണ്ടും എന്ത്? What's next? വാട്ട് ഈസ് നെക്സ്റ്റ് ആണ്. വാട്ട് നെക്സ്റ്റ് എന്നാണ്. What is next? വാട്ട് ഈസ് നെക്സ്റ്റ്. യെസ്. ഇനി ബാക്കിയുള്ള ആർക്കെങ്കിലും വാട്ട് നെക്സ്റ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ്, വാട്സ്ആപ്പ്. ഓക്കെ ഓക്കെ. ഈസ് കുഴപ്പമില്ല. വാട്ട് ഈസ് നെക്സ്റ്റ് വേണ്ട. വാട്ട്സ് നെക്സ്റ്റ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് നെക്സ്റ്റ്. ഓക്കെ ഓക്കെ കറക്റ്റ് ആണ്. വാട്ട് നെക്സ്റ്റ്. ഓക്കെ ഓക്കെ. അഞ്ജു ലച്ചു സിമി വാട്ട് ഈസ് ഇറ്റ് അഗെയിൻ. അപ്പൊ നീലു നമുക്ക് ചുരുക്കി പറയാം. ഓക്കെ 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 ഓക്കെ. വാട്ട് നെക്സ്റ്റ്. അപ്പൊ നബിതയോട് ചോദിച്ച 5 ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ ഉത്തരമാണ് നബിത പറഞ്ഞത്. ഇറ്റ് ഇസ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ Thank you, sir. ഓക്കെ വെരി ഗുഡ്. യെസ്. അപ്പോ ഇനി അടുത്ത ഫാത്തിമ ഷാജി. ആർ യു റെഡി? Yes, sir. I'm ready. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. അപ്പോ കുറച്ച് ഗെയിം എല്ലാം ഉണ്ട്. പല വ്യത്യസ്തങ്ങളായ ഗെയിം ഒക്കെ ഉള്ള സ്ഥലത്ത് കുറച്ച് കുട്ടികൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതില് ഒരു കുട്ടിയോട് ഫാത്തിമ ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് കളിക്കേണ്ടത്? ഫുട്ബോൾ ആണോ, വോളിബോൾ ആണോ, ബാസ്കറ്റ്ബോൾ ആണോ, ഷട്ടിലാണോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുന്നത്. നിനക്ക് എന്താണ് കളിക്കേണ്ടത്? What you want to play? What do you want to play? Okay. What you wish to play? Sulfat. Okay. Correct ആണ് ഫാത്തിമ. ആൻസർ കറക്റ്റ് ആണ്. What do you want to play? ഓക്കെ സൗമ്യ. ഓക്കെ ഷെമി കുറച്ച് പരത്തി പറഞ്ഞുള്ളൂ. ദിവ്യ, നന്ദന, ലച്ചു. ഓക്കെ 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 കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ നവിത കറക്റ്റ് ആണ്. യെസ്. ഫാത്തിമ പറഞ്ഞപ്പോ ചെറുതാക്കി പറഞ്ഞു. ഷോർട്ട് ആൻഡ് സ്വീറ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ഓക്കെ മിനി കറക്റ്റ് ആണ്. യെസ്. ഇനി ഫാത്തിമയുടെ വീട്ടില് ഫാത്തിമയുടെ മകളുടെ ഒരു കൂട്ടുകാരി വരികയാണ്. അപ്പൊ കൂട്ടുകാരിയോട് പറയുകയാണ്, മകള് മുകളിലാണ്. അപ്പൊ ഈ കൂട്ടുകാരിയോട് പറയുകയാണ്, മുകളിലേക്ക് പോകുക. Go to upstairs. Go to upstairs. ഇനി മറ്റാർക്കെങ്കിലും ഗെറ്റ് ഇൻ. അല്ല, അകത്ത് നിൽക്കണം. അകത്ത് നിൽക്കുമ്പോൾ നിന്നിട്ടാണ് പറയുന്നത്. ഏറ്റവും അകത്തുണ്ട് ആള്. യെസ്. ഗോ അപ്പ്, ഗോ അപ്പ്, ഗോയിങ് അപ്പ്, മൂവ് അപ്പ്, മൂവ് ടു, ഗോ ഓൺ, ഷീ ഗോസ് അപ്പ് ദെയർ. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാണ്ട് കറക്റ്റ് ആയത് ഫാത്തിമ പറഞ്ഞത് തന്നെ. ഗോ ടു വേണ്ട, ഗോ അപ്സ്റ്റേഴ്സ് അത് മതി. ഗോ. ഓക്കെ നവിത കറക്റ്റ്. ഗോ അപ്സ്റ്റേഴ്സ്. ഗോ ടു അപ്സ്റ്റേഴ്സ് എന്നുള്ളത് ടു ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഗോ അപ്സ്റ്റേഴ്സ്. ഓക്കെ വെരി ഗുഡ്. യെസ്. അപ്പോ ഫാത്തിമ ഒരു സ്കൂളിലെ അധ്യാപികയാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ്. നോക്കി കഴിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന കുട്ടിയെ നോക്കിയിട്ട് ഫാത്തിമ പറയാണ്, ഇവിടെ നോക്കൂ. Look here. ലുക്ക് ഹിയർ. യെസ്. വേറെ ആർക്കെങ്കിലും? നബിതയും അത് തന്നെയാണ് പറയുന്നത്. ദിവ്യയും മനോനയും അത് തന്നെയാണ് പറയുന്നത്. സുൽഫത്തും അറ്റ് വേണ്ട, അതിനെ ലുക്ക് ഹിയർ. ഓക്കെ ഓക്കെ. ലുക്ക് ടു മീ. അപ്പൊ എന്നെ നോക്കാന്നായിരുന്നു മാത്രമേ ഉള്ളൂ. യെസ്. അമൃത. യെസ്. സുഹൈന, മിനി, ശ്രുതി. ഗിവ് അറ്റൻഷൻ. കറക്റ്റ്. കീപ് സൈലൻസ്. അപ്പൊ നിശബ്ദമായി എന്നെ നോക്കാനാണ് പറഞ്ഞത്. ലിസൺ ടു മീ. ഓക്കെ ഓക്കെ ശരി, കുഴപ്പമില്ല. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഷോർട്ട് ആയിട്ട് പറഞ്ഞത് ഫാത്തിമ പറഞ്ഞത് കറക്റ്റ് ആണ്. ലുക്ക് ഹിയർ. യെസ്. ഇനി
വീണ്ടും ഫാത്തിമയുടെ മകനോട് അല്ലെങ്കിൽ മകളോട് പറയുകയാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. യെസ്. Be polite to your friends. Be polite to your friends. ഇനി വേറെ ആർക്കെങ്കിലും? Be polite to your friends. അതാണ് ഫാത്തിമ പറഞ്ഞത്. വേറെ ആർക്കെങ്കിലും? ഈ പൊളൈറ്റ് എന്നുള്ള വാക്ക് ബി എ ഗുഡ് ഫ്രണ്ട് എന്നാൽ സുഹൃത്തായിരിക്കാൻ നമ്മൾ പെരുമാറുക. ബിഹേവ് യുവർസെൽഫ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ബിഹേവ് യുവർസെൽഫ് നന്ദന. ബിഹേവ് വെൽ അമൃത. ഓക്കെ ഓക്കെ. കീപ് യുവർ പേഴ്സണാലിറ്റി. ഓക്കെ സുൽഫത്ത്. യെസ്, അത് ഫാത്തിമ പറഞ്ഞതിൽ കുറച്ച് കറക്റ്റ് ആണ്. ഗുഡ് ബിഹേവ്, ഗുഡ് ബിഹേവിയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. റോഹിണി, സുഹൈന, behave your friend. ഷെമി ബഷീർ, behave your friend. ഫാത്തിമയുടെ ആൻസർ കറക്റ്റ് ആണ്. Be polite to your friends. ആ പൊളൈറ്റ് എന്നുള്ള സ്ഥലത്ത് വേണമെങ്കിൽ ആ വാക്ക് മാറ്റിയിട്ട് നമുക്ക് വേറൊരു വാക്ക് വേണമെങ്കിൽ പറയാൻ പറഞ്ഞെങ്കിലും പൊളൈറ്റ്. ഇപ്പൊ ഫാത്തിമ പറഞ്ഞ ബി പൊളൈറ്റ് ടു യുവർ ഫ്രണ്ട്സ്, പൊളൈറ്റ് എന്നുള്ള മാറ്റുന്നു. ബി ഓണസ്റ്റ്, അപ്പൊ സത്യസന്ധരായിട്ടിരിക്കുക. ഓക്കെ. ബി സിൻസിയർ, ആത്മാർത്ഥമുള്ളവരായിരിക്കുക. ബി മെഴ്സി, ദയവുള്ളവരായിരിക്കുക. ബി ജെന്യുവിൻ, ജെന്യുവിൻ ആയിരിക്കുക. യെസ്. സെൻസിറ്റിവിറ്റി, ഞാൻ ഉദ്ദേശിച്ച വാക്ക് വന്നിട്ടുണ്ടായിരുന്നു. കൈൻഡ്ലി. ബി ഗുഡ്, ബി നൈസ്. ലച്ചു, വെരി ഗുഡ്. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. വെരി ഗുഡ്. അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ ലച്ചു, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഫാത്തിമ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Okay. ഫാത്തിമയുടെ വീട്ടില് ആരോ വന്നു. അപ്പോ അവരുടെ മൂക്കിന്റെ തുമ്പത്ത് എന്തോ ഇരിക്കുന്നതായിട്ട് ഫാത്തിമ കണ്ടു. അവർക്കത് മനസ്സിലായിട്ടില്ല. അപ്പോ ഈ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുത്തുകൊണ്ട് ഫാത്തിമ അവരോട് പറയണം, നിങ്ങളുടെ മൂക്ക് തുടക്കുക. Please wipe your nose. Wipe your nose. Okay. വേറെ ആർക്കെങ്കിലും? Clean your face. Something on your nose. അപ്പൊ തുടക്കുക എന്ന് പറഞ്ഞില്ല. അപ്പൊ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തോ തന്നെ മൂക്കത്തിന്റെ അറ്റത്തിരിപ്പുണ്ട്. ഓക്കെ. He look at, yes, സുഹൈന, ഇത് വേണ്ട. Look at it. Mop your nose. Okay. അലോന, ആ തുടക്കം എന്ന് പറഞ്ഞാലേ കുറച്ച് ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി കട്ടിയായിട്ട് അടുക്കിരിക്കുമ്പോൾ തുടങ്ങില്ല. ഓക്കെ. സൗമ്യ സുരേഷ് കറക്റ്റ് ആണ്. വൈപ്പ് യുവർ നോസ്, ക്ലീൻ യുവർ നോസ്. ഓക്കെ ഓക്കെ. വൈപ്പ് യുവർ നോസ് മതി. ചെറിയതായിട്ട് ഒന്ന് തുടക്കി. നമ്മൾ വൈപ്പറിന്റെ ഉപയോഗം കണ്ടിട്ടില്ലേ, തുടച്ചു മാറ്റുക എന്നുള്ളത്. കാറിന്റെ വൈപ്പർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഫാത്തിമ ഷാജി, വെരി ഗുഡ്. 5 ചോദ്യമാണ് കൂടെ. 5 കൃത്യമായ ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാജുലേഷൻ. ഞാൻ പറഞ്ഞ കൺഗ്രാജുലേഷൻ. എന്റെ മനസ്സറിഞ്ഞ പോലെ സുഹൈല പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. വൈപ്പ് യുവർ നോസ്. ഓക്കെ ഷെബി, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി സുഹൈല. Yes, I am ready, sir. ഓക്കെ, വെരി ഗുഡ്, വെരി. സുഹൈൽ റെഡിയാന്ന് എനിക്കറിയാം. ഓക്കെ 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 ഓക്കെ. അപ്പോ നേരത്തെ ഞാൻ ഇപ്പോ ഫാത്തിമയോട് ചോദിച്ചപ്പോ പറഞ്ഞു മൂക്കിന്റെ അറ്റത്ത് എന്തോ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് മൂക്ക് തുടക്കാന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ഞാനൊന്ന് മാറ്റുകയാണ്. മൂക്കെന്നുള്ളത് മാറ്റിയിട്ട് മുഖം തുടക്കുക എന്നാണ്. അപ്പൊ എന്ത് പറയും? Wipe your wipe your face. Wipe your face. Clean. അപ്പൊ അമൃത പറയുന്നു wipe your face. നവിത പറയുന്നു clean your face. ദിവ്യ wipe your face, clean your face. ഷെമി. ഓക്കെ. ഓക്കെ ഓക്കെ. കറക്റ്റ് ആണ്. വൈപ്പ് യുവർ ഫേസ്. അപ്പൊ നോസ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഫേസ് എന്നാണ്. ഓക്കെ ഓക്കെ. അപ്പോ ഇനി സുഹൈന ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പൊ കൂട്ടുകാരിയുടെ
ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തത്തെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അവളെ ഒരു ബോൾഡ് ആക്കിക്കൊണ്ട് ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട പ്രശ്നങ്ങളാണ്. പതറരുത് എന്നുള്ള മട്ടില് അവിടെ നിന്നുകൊണ്ട് അവളോട് പറയുകയാണ്, കരയരുത്. She is not crying. ഒന്നുകൂടി നോക്ക്, കരയരുത്. അത് ആയ പെൺകുട്ടിയുടെ തോളത്ത് തട്ടിയിട്ടാണ് ആശ്വസിപ്പിച്ചിട്ടാണ് പറയുന്നത്, കരയരുത്. She is not crying. ഓ, ചെറുതാക്ക് അഞ്ചു. Don't cry. Don't cry. ഡോൺ ക്രൈ. ദിവ്യ കറക്റ്റ് ആണ്. നന്ദന, അമൃത, സിമി, സൗമ്യ, അൽഫിയ, ഷെമി, ലച്ചു, ആതിര, ജസീര. ഓക്കെ. ഡോൺ ക്രൈ. ഡോൺ ക്രൈ. അവളുടെ തോളത്ത് തട്ടിയിട്ട് അല്ലെങ്കിൽ അവളെ പിടിച്ചുകൊണ്ട് ചേർത്ത് നിർത്തുകൊണ്ടാണ് പറയുന്നത് കരയരുത്. നമ്മൾ പറയുന്ന വാക്കിന്റെ പവറിലാണ് അത്. ഒരാളായിട്ട് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ അതിനതൊരു പോസിറ്റീവ് എനർജിയാണ്, ഒരു എനർജിയാണ്. പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ എല്ലാവരും പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് ചെയ്യും. അപ്പൊ ഒരു പോസിറ്റീവ്. ഞാൻ പറയുന്ന ഉറപ്പാണത്. ഞാനുണ്ട് കൂടെ എന്നൊരാള് ഉറപ്പിച്ച് പറയുമ്പോൾ വാക്കിന്റെ ഉറപ്പ് നമുക്ക് കിട്ടും. ഓക്കെ. ഡോണ്ട് ക്രൈ. വെരി ഗുഡ്. ഓക്കെ ലച്ചു. ഓക്കെ. ഇനി സുഹൈനയുടെ മകളുമായിട്ട് ഞാൻ നടന്നു പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പാർക്കിലെത്തി കഴിഞ്ഞപ്പോ സുഹൈനയുടെ ഒരു കൂട്ടുകാരിയെ കണ്ടു. അപ്പൊ സുഹൈനയുടെ കൂട്ടുകാരിയെ കണ്ടു കഴിഞ്ഞപ്പോ സുഹൈനയുടെ മകളോട് പറയുകയാണ്, ആന്റിയോട് ഒരു ഹായ് പറയും. She is hi. സുഹൈന കറക്റ്റ് വാചകത്തിലോട്ട് പോ. ആന്റിയോട് ഒരു ആന്റി എന്ന് പറഞ്ഞാല് സുഹൈനയുടെ ഫ്രണ്ടാണ്. Say hi to Aunty. അങ്ങനെ പോലെ സുഹൈനക്ക് പറ്റുമല്ലോ. സേ ഹായ്. ഓക്കെ. വെരി ഗുഡ്. നവിത ഓക്കെ, ആതിര ഓക്കെ, ദിവ്യ ഓക്കെ, ഷെബി ഓക്കെ, സൗമ്യ ഓക്കെ, നന്ദന ഓക്കെ, സുൽഫിത് ഓക്കെ, രച്ചു ഓക്കെ. സേ ഹായ് ടു ആന്റി. സേ ഹായ്. ഓക്കെ. കറക്റ്റ്. യെസ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്, സുഹൈനയുടെ തന്നെ മകൻ വളരെ മടി പിടിച്ചിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞപ്പോ വീണ്ടും അവനെ ഒരു ഉപദേശിക്കുന്ന മട്ടിൽ അവനോട് പറയാണ്, മടിയനാകരുത്. അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയാണ്, മടിയനാകരുത്. പറഞ്ഞോളൂ സുഹൈന. Don't be lazy. ഓക്കെ. നവിത ഓക്കെ, വസീദ് ഓക്കെ, സുൽഫിത്ത് ഓക്കെ, ദിവ്യ, സ്നേഹ, അമൃത, വിനീത്, മിസ്, അഞ്ചു, ഷെമി. ഓക്കെ. സുഹൈന കൂടി പറഞ്ഞ എന്താ? ഡോണ്ട് ബി ലേസി അല്ലേ? Lazy. ഓക്കെ. വെരി ഗുഡ്. കറക്റ്റ് ആണ്. ഓക്കെ. ഡോണ്ട് ബി ലേസി. പേഴ്സണലി ഇങ്ങനെ കുഴപ്പമില്ല. അതിന് ഡോണ്ട് ബി ലേസി നമ്മൾ നേരിട്ട് പറയല്ലേ, ആരോട് നേരിട്ട് പറയുന്നത്. അപ്പൊ ഡോണ്ട് ബി ലേസി. ഓക്കെ. ഇനി എന്തെങ്കിലും ഒരു കാര്യം ഒരു 4-5 പേരെ നിങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചു. അപ്പൊ 1 മണിക്കൂറിനുള്ളിൽ ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പറഞ്ഞു പോയത്. ആ 1 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോഴും ഇത് മുഴുവനായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരോട് സുഹൈന പറയുകയാണ്, വേഗം ചെയ്യും. Come fast. എന്തോ? Come fast. റണ്ണ. Don't fast. ഡോൺ ഫാസ്റ്റ് എന്ന് പറയുമ്പോ വേഗത്തിൽ ചെയ്യരുതല്ലേ, വേഗത്തിൽ ചെയ്യൂ എന്നാ പറയുന്നത്. Do fast. ഡു ഫാസ്റ്റ്. ഓക്കെ. വെരി ഗുഡ്. അല്ലെങ്കിൽ ഡു ഇറ്റ് ക്വിക്ക്ലി. ഓക്കെ. സുൽഫത്തെ കൊടുക്കാം. ലെങ്ത് കൂടുതൽ മാത്രമേ ഉള്ളൂ കേട്ടോ. വെരി ഗുഡ്. ഡു ഇറ്റ് ക്വിക്ക്ലി. വെരി ഗുഡ്. കറക്റ്റ് ആണ് പറഞ്ഞത്, കൃത്യമാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോ ഈ സെക്ഷൻ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ സുഹൈനോട് വരെ ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വാചകങ്ങൾ കുറച്ച് സെലക്ട് ചെയ്ത് വന്നതാണ്. ഓക്കെ. യെസ്. വീണ്ടും നമ്മൾ
ടെൻസിന്റെ ഒരു ഭാഗത്തേക്ക് വരികയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചോദ്യത്തിലേക്ക് വരുന്നുണ്ടോ. എപ്പോഴും ഇതെന്നെ പറയുന്നത് ബോറടിക്കില്ല. അപ്പൊ ചെറിയൊരു ഭാഗം. യെസ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് പറയുകയാണ്. ആ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറയാം. സബ്ജക്റ്റ് ഇതാണ്. ഇനി നമുക്ക് ആരെയും വിളിക്കാം. അൽഫിയ. Yes, sir. ഓക്കെ, അൽഫിയോടാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ചോദ്യം എല്ലാവരോടും കൂടിയാണ്. ഓക്കെ 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 ഓക്കെ. സുഹൈല, ചോദ്യം ഇതാണ് അൽഫിയ. നമുക്ക് രണ്ട് രീതിയിൽ. അൽഫിയ, വേർ ആർ യു കമ്മിങ് ഫ്രം? Kozhikode. കോഴിക്കോട്. Is it a town or village? Village. വില്ലേജ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് വില്ലേജ് ലൈഫ് ഉണ്ട്, അടുത്ത സിറ്റി ലൈഫ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ മുന്നില് ഒരു സാധ്യത വെക്കുകയാണ്. വില്ലേജ് ലൈഫ് ആണ് സിറ്റി ലൈഫ് ആണ്, ഏതാണ്? അപ്പൊ രണ്ടിന്റെയും സാധ്യതകൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. വില്ലേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമമാണ്, സൗകര്യങ്ങൾ ചിലപ്പോൾ പരിമിതിയായിരിക്കും. ചോദിച്ചാണ് ഞാനത്. അത് എന്റെ ലിസ്റ്റില്, നിങ്ങളുടെ ലിസ്റ്റിൽ ഞാനത് എഴുതിയിട്ടില്ല. അതാണ് പറ്റിയത് കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള വിഷയങ്ങള് ഇന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേ വില്ലേജ് ലൈഫ് ചോദിച്ചാണല്ലേ. ഓക്കെ 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 ഓക്കെ. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അത് വിടാം. ഓക്കെ ഓക്കെ ഓക്കെ. മിസ്സാണ് ചോദിച്ചത്. യെസ് 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 യെസ്. നവ്യ മിസ് ചോദിക്കുന്നത്. ശരിയായിരുന്നു. നവ്യ മിസ്സിനോട് ഞാനാണ് അത് പറഞ്ഞു വിട്ടത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതിൽ സജീവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യെസ്, അന്ന് ഞാൻ നിങ്ങൾക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നവ്യ മിസ്സിന് കൊടുത്തത്. യെസ്, ഇപ്പൊ മനസ്സിലായി. എന്ത് മനസ്സിലായി? നമ്മുടെ കയ്യിലിരിക്കുന്ന ഐറ്റംസ് പുറത്ത് പറയാൻ പാടില്ല എന്ന് മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്ക് അടുത്ത വിഷയം. അടുത്ത ഓക്കെ മിനി, കൈവിട്ട് പോയി അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തൊരു വിഷയം നമുക്ക് എന്താ പറയാം. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബയോഗ്രഫി. അത് പറഞ്ഞിട്ടില്ലല്ലോ നമ്മള്. ഇല്ല. യെസ്, അപ്പൊ ബയോഗ്രഫിയിലോട്ടാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. സോ അതിനകത്തൊരു നമുക്കറിയാം, ബയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവചരിത്രമാണ്. ഞാൻ തന്നെ എന്റെ ജീവചരിത്രം എഴുതുമ്പോൾ അത് ഓട്ടോബയോഗ്രഫി. ഞാനിപ്പോ എന്റെ കാര്യങ്ങൾ, എന്നെ കുറിച്ച് ഫുള്ള് അറിയാവുന്ന മിനിയാണ് അത് എഴുതുന്നതെങ്കിൽ അതെന്തായിരുന്നു? ബയോഗ്രഫി. അപ്പൊ നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്, പറയുകയാണ്. ഞാൻ എവിടെ ജനിച്ചു, ഏതൊക്കെ സ്കൂളിൽ പഠിച്ചു, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത്രയും മതി. ഇപ്പൊ ഞാൻ എന്റെ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പറയും ഐ വാസ് ബോൺ ഇൻ എറണാകുളം ഡിസ്ട്രിക്ട്. പിന്നെ വേണമെങ്കിൽ സ്ഥലം പറയാം, അറ്റുപറമ്പ്. I studied at Santa Cruz LP School. After that, I studied UPS Vadakkumaram. After that, I studied higher secondary school Chenamagalam. Then I studied St. Paul's College, Kalabashiri. After that, I studied SNM College. Presently, I am teaching you English now. അതുപോലെ നിങ്ങൾ പറയാം, ഞാൻ ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഇന്ന സ്കൂളുകളിൽ പഠിച്ചു, ഇപ്പോൾ ഞാൻ ഇന്നത് ചെയ്യുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. ഒരു ഓട്ടോബയോഗ്രഫി നിങ്ങളെ കുറിച്ച്. എവിടെ ജനിച്ചു, എവിടെയെല്ലാം പഠിച്ചു, പ്രൈമറി സ്കൂൾ എവിടെയായിരുന്നു, UP സ്കൂൾ എവിടെയായിരുന്നു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാം. ഇതെല്ലാം ഒറ്റ സ്ഥലത്താണെങ്കിൽ അത് അങ്ങനെ പറയാം. ഓക്കെ, അൽഫിയ തുടങ്ങി വെച്ചോളൂ. I was born in Calicut district. Yes.
in Chalanur village. Yes. I studied my primary and UP section in Madhur Vidyashala UP school. Yes. After that, I studied higher studies in PVS High Secondary School. Yes. After that, I studied higher secondary in Kakodi Government High Secondary School. Yes. Then after that, I studied medical laboratory diploma in medical lab technician course in Yes. in Malabar Hospital at Nipalam. Yes. Presently, I am a housewife. Very good, very good. Okay, Alfia. Well, very. That is style at that is sound. Very good, very good, very good. Thank you, Okay. sir. Oh, very good, very good. ഇതുപോലെയാണ് വേണ്ടത്. എവിടെ ജനിച്ചു, ഏതൊക്കെ സ്കൂളുകൾ പഠിച്ചു, ഏത് കോളേജിൽ പഠിച്ചു, എന്ത് ഡിഗ്രി ഉണ്ട്. Okay, presently I am a housewife. Presently I am studying hospital administration course. Okay. Yes. ഇനി ആരാണ്? ദിവ്യ. ദിവ്യ. Yes, sir. ഒന്ന് പറഞ്ഞു നോക്കിയ ദിവ്യ. My name is Divya. Yes, very good. Divya, one step കൂടി കേറ്റി പിടിച്ചു. My name is Divya. Very good. Okay, very good. Thank you, sir. I was born in Alappuzha district. I study LKG, LPS, Government School, Palamel. Yes. After that, I study Padanala Higher Secondary School. After that, Thotakonam, Pandalam. Yes. After my degree, I study degree in Pandalam. Yes. After that, I study National Christian College, Adur. Yes. After I'm married since 2017. Yes. Now I have 2 children. Yes. Currently, I am studying and I am a housewife. Yes. Okay, okay, Divya. Very good, very good. കുറച്ചുകൂടി പോയിന്റുകൾ ദിവ്യ ഒന്ന് കൂട്ടി പിടിച്ചു. Okay, 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 okay. Very good, very good, very good. Okay, okay, okay. Yes, Nandana. sir. Yes, sir. ഇനി ആരൊക്കെങ്കിലും അടുത്ത് ഞാൻ പറഞ്ഞു പറയണോ? Okay, okay. My name is Nandana. I was born in Kannur, Peringam. Yes. And I completed my studies at JSS Peringam School. And after that, I completed my diploma in Residential Women's Polytechnic College, Payanur. Yes. And after that, I got placement. So I worked in Tech Mahindra company as a customer support executive. Yes. And I came to home. After that, I joined a online class. Now I am studying. Yes, very good, very good. Very good, Nandana. Very good, very good. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടെ അനുഭവം ചെയ്യണം. Okay, okay. ഇനി ആരാണ് സുൽഫത്തായിട്ട് പറയാനുള്ളത്? സുൽഫത്തെ പറഞ്ഞോളൂ സുൽഫത്തെ. I am Sulfat and I am from Malappuram. I was born in Malappuram. Yes. I completed my primary education AUP School, Malappuram. Yes. And my higher secondary studies were in St. Jamas Girls Higher Secondary School. Yes. After that, I take my UG Yes. from James Arts and Science College. Yes. I'm a housewife and I'm Yes. doing my HA studies. Okay. With, Okay. 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 Okay, സുൽഫത്തെ. Very good, very good, very good. Okay, 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 okay. ഇനി ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു വരുന്നതാണ് അലോന, അമലു. Hi, sir. Okay, okay. മസ്കിത്ത് പറഞ്ഞോളൂ. Hi, sir. Myself, Masihat. Yes. I was born in Thrissur district at Mother Hospital.
My schooling Yes. was regular. എവിടെ I ജയിച്ചു studied my എന്ന് higher പറഞ്ഞു. secondary. I studied my higher secondary in St. Anthony's, Parville. Yes. I completed my post graduation in Paramekau College. Yes. I got married in 2019. Yes. At present, I am a homemaker and mother of two young children living in Doha, Qatar, pursuing my hospital administration course. Very good, very good, very good, very good, very good. Okay, okay, Thanks. okay, okay. Very good, very good. Yes, Jasilia. Yes, sir. Nasilia, പറഞ്ഞോളൂ Nasilia. Sir, mic on ആവാൻ Oh. Sir, ആരെയാ വിളിച്ചേ? രണ്ടുപേരും വിളിച്ചാണ്. നസീല ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ജസീലോട്. Sir, I'm Nasija from Calicut. I was completed my primary school at Kisheri. Yes. Then I completed my first standard to 10th standard. I completed my studies at Al Hidayat English Medium School at Thorakal. Yes. Then I completed my higher secondary studies at GVHSS Kolmanna at Kisheri. Yes. Then I completed my graduation at Blossom College, Blossom Arts and Science College at Kondoti. Yes. Then now I'm studying hospital administration course. And Yes. Okay, Jasilia, very good, very good, very good. Okay, 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 okay. Jasilia. Sir, my name is Jasila BP. I am 35 years old and I was born on January 1989 in Kozhikode. Yes. Yes. I am the daughter of Abdul Latif and Safia. Yes. Yes. I am the eldest child in our family. Yes. I am studied LP school, MLP school Annasheri. I am high school studied in Attoli and complete degree college, Janata Arts College in Prakatri. ബാക്കി പറഞ്ഞോളൂ ജസീല. ഓക്കെ 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 ജസീല, കുഴപ്പമില്ല കുഴപ്പമില്ല. പ്രസന്റിലി എന്ത് ചെയ്യുകയാണെന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തത്. പ്രസന്റിലി ഐ ആം ഡൂയിങ് hospital administration course. Okay, 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 okay. Very good, very good. Okay, Jasila, very good, very good. ഇനി ഞാനത് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരാണ് വരുന്നത്? Who is coming? So ഞാൻ പറയാം. Oh, very good, Amrita. Very good. Okay, okay, okay. Carry on. Myself Amrita. I am from Alapi. Yes. I have father, mother and sister in my house. Yes. I complete my studies in my area. Yes. Now I am a medical radiographer. Yes. I love to travel. I am a dendrophile. Yes. I enjoy sports, music and reading, and I love festivals. Yes. Okay. Okay, that is all. Very good, okay, Amrita. Very good. Yes. Thank you. Okay. Who is next? Adira? Are you ready? Adira? Sir. Yes. Fatima Shaji. Yes. So myself, Fatima Shaji. Yes. I was born in Muatupuzha as the first daughter of Mr. Shaji and Mrs. Neji. Yes. Then I do my primary education was in Guidance Public School.
Then from 5th to 12th standard, I'm studying Muslim Girls Higher Secondary School, Iratupeta. Yes. Then I do my graduation in St. George's College, Arivitra, in BSc Botany. Yes. And then do a certificate course in medical coding. Yes. I got married in 2021, and we have a boy. We have a boy in 2022. Yes. Currently, I am in Oman doing my hospital administration course. Very good, very good. Okay, Fatima, very good, very good. Okay, Nasira. Okay. No problem. Okay. Suhaila. Yes, sir. പറഞ്ഞോളൂ സുഹൈല. My name is Suhaina. She is born Wayanad, Nelliyambam. Yes. I'm primary school, Mysore. Yes. And 1 or 4 standard is studying Nelliyambam Gava LP School. And Yes. 5 to 10 studying St. Thomas HSS Nadavale. Yes. And +1, +2 is Sias Kutubi Academy, Kaidakal. Yes. And finally, and this studying Smartex Computer Center, 3 months course. And finally, Smart 3 Education Consultancy, diploma in hospital administration course. Very good. Okay. ആദ്യത്തെ തന്നെ വിളിച്ചേ. Okay. Yes, Mini Themas. Yes, sir. പറഞ്ഞോളൂ Mini. Give an introduction. Biography of Yes. Okay, my name is Minnie Thomas. I'm from Tiruvalla in Pathanamthitta district. I completed my school education, SS Higher Secondary School, Tiruvalla. After that, my college education in Marthama College, Tiruvalla. And after my college education, I took Montessori teachers training. I completed, and I got one job from Mancheri. Yes. I think in Malappuram district, in Benchmark International School. I worked 1 year. After that, I took B.Ed. Yes. And after my completed B.Ed, I got one job in Hyderabad. And 3 years I worked there. After I got married, and 1 year after I got one baby, so I took some break for my children. So 7 years I took break. After that, again I got one job for job in Hyderabad, Vasavi International School. So I worked in 1 year. After that, I come back in my native place, and not native place, my husband's house. So prepare some exams for I want to go outside abroad. So I'm preparing some exams. So so now currently I'm doing hospital administration, and with preparing for some exam also, sir. That is my. Very good. അപ്പൊ മിനി ബ്രീഫ് ഹിസ്റ്ററി കിട്ടിയില്ലേ? കൂടെ ഉള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ആരാണ് മിനി എന്നും എവിടെയെല്ലാം ഇങ്ങനെയെല്ലാം എന്തെല്ലാം കറങ്ങിയിട്ടാണ് മിനി ഇവിടെ എത്തിയിരിക്കുന്നതെന്നും നിങ്ങൾക്കൊരു ബ്രീഫ് ഹിസ്റ്ററി കിട്ടിയില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളത് പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, വെരി ഗുഡ്. അതിനാൽ are you ready? Yes, sir. Yes, continue. Yes, proceed. Myself, Adra Morjijo. I was born in Ernakulam district at Kodamangalam. I was studying UKG, LKG in Vidya Bhavan, Mangulam. Then I was studying 1 to 10 St. Mary's Higher Secondary School, Mangulam. Then I took leave from health issues. Then higher secondary Ernakulam at Kacheripadi. Yes. All Saints College. Now I'm currently studying hospital administration. I love singing, dancing, studying, writing, doing yoga, meditation, and I like traveling.
How are you? Like singing? Yes. Yeah, then sing a song. Right now. Oh, right now. Yes. ഡിവോഷണൽ സോങ് കുഴപ്പമില്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല. കൊറേ നാളായി പാടിയിട്ട് അപ്പം മറന്നുപോയിരിക്കാണ്. അത് ഞങ്ങള് പരിഗണിക്കുന്നു. ഓക്കെ ഓക്കെ. യെസ്. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധികാരാധികം ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീനന്ദനം നന്ദജം സന്തതേ. വിഷ്ണവേ ജിഷ്ണവേ ശങ്കിനി ചക്രിണി രുക്മിണി രാഗിണി ജാനകി ജാനയേ വല്ലഭേ വല്ലഭ യാചിതായാത്മനെ കംസവിധ്വംസിനെ വംശിനെ തേ നമഃ. കൃഷ്ണ ഗോവിന്ദ ഹേ രാമനാരായണ ശ്രീപദേ വാസുദേവാജിത ശ്രീനിധേ അച്യുതാനന്ദ ഹേ മാധവ ദോക്ഷജ ദ്വാരകാനായക ദ്രൗപദീ രക്ഷക. വരികളൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞത്. വെരി ഗുഡ് വെരി ഗുഡ്. അതിന് വെരി ഗുഡ് വെരി ഗുഡ്. ദിവ്യ, അമൃത, ഫാത്തിമ, അടിപൊളി. അഭിജിത്ത് ഓക്കെ ഓക്കെ നൈസ്. അഞ്ചു വെരി ഗുഡ് വെരി ഗുഡ്. പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും വെച്ചുകൊടുക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്തു, ഒരെണ്ണം റെഡിയാക്കി വെച്ചോ. സമയമൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചോ. നമുക്ക് ഓക്കെ 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 ഓക്കെ. യെസ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അതിന് യു ഹാവ് ഗിവൺ എ വെരി ഇൻട്രസ്റ്റ്. നിങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞോ. ഐ ആം എ സിംഗർ ഓൾസോ, അല്ലെങ്കിൽ ഐ വിൽ ലവ് മ്യൂസിക്, അതിനെ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്കറിയാലോ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ. സൗമ്യ സുരേഷ് പറയൂ. സൗമ്യ സൗമ്യ സുരേഷ്. I am in the working place. Sorry, Yes. sir. Oh, no problem, no problem, no problem. Okay, 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 okay. Okay, okay, okay. അതിനിടെ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെസ് ഓക്കെ 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 ഓക്കെ. യെസ് ഇനി ആരാണ് പറയുന്നത്? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറയാനുള്ള ആരാണ്? Alona. അലോന പറഞ്ഞോളൂ. അലോന. Sir, Alona is my daughter name. My name is Your name is? My name is Shaini Philip from Kollam district. Shaini Philip. Yes. Okay, 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 okay. Kollam district. So I was born in LMS Hospital, Kundara. Yes. Then I studied LP section in GLPS Tekumbaram School. Then after that I completed high school education, Government Higher Secondary School, Puttur. Then I completed vocational higher secondary school in Edavatta. After that, my college education is completed ST College, Kotarakara in BSc Botany. Then after that I I was married. Then after a long years, I studied Montessori TTC in Montessori studied in online course in 2012. Then
I got a 1 year job at a primary school section. Yes. Then I leave it that teaching job. Leave it Yes. that teaching job. Then after a long years, I joining a hospital administration course, and also Yeah. I'm a housewife. Very good, very good. Okay, Alola. Okay, Shaini. Very good, very good, very good. Very good, very good. Okay, Anju. Maria. Okay, Madi. Okay. Hospital administration course. അത് പറഞ്ഞു Yes. എന്റെ ബയോഗ്രഫിയെ ഞാൻ എവിടെ ജനിച്ചേന്നുള്ളതൊക്കെ പറയണം. എല്ലാരും പറയുന്നിട്ടില്ലേ എന്റെ സ്റ്റഡിയുടെ അങ്ങനെ ആയിരുന്നു. Yes. ആ പറയുന്നത് എന്റെ ജീവിതത്തെ കുറിച്ച്. അത് ഒരിടത്ത് പോകുമ്പോ നമ്മൾ പറയാൻ വേണ്ടിയാ നമ്മളെ ഇത് ചെയ്യിപ്പിക്കുന്നത്. Yes. Very good. Anju കുഞ്ഞി. Yes. ഇനി അടുത്ത ആരാണ് പറയുന്നത്? ബയോഗ്രഫി. Yes, ശ്രുതി പറഞ്ഞോളൂ. ശ്രുതി അഖിൽ. Sir, പറഞ്ഞോളൂ. I am Shruti. I born in Ernakulam. I studied KMLP school. Then after I studied VHSS school Irumbanam. Yes. Then after I studied NSS college in Tripunithura. Yes. Then I studied degree in same college. Yes. After my degree, Yes. 1 year after I am married. Yes. Then I have 2 children. Presently, I am a housekeeper, and Yes. also I'm studying a diploma course in Yes. hospital administration. Okay. Very good. ശ്രുതിയുടെ കുട്ടികളെ സമ്മതിക്കണില്ല എന്ന് തോന്നുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ശ്രുതി, അതിന്റെ ഇടയിൽ പറഞ്ഞ് തീർന്നില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. സിമി UV. സിമി. Yes, sir. Yes, പറഞ്ഞോളൂ സിമി. Hi, everyone. Hi, everyone. Very My good. name is Simi. I'm coming from Manyari, North Parur. Yes. I primarily study St. Mary's LP School. Yes. And 1 to 10 class study DDSS Karimbadam. Yes. And higher secondary school Palayam, Chenamagalam. Yes. And degree studied Lakshmi College. Yes. Now I am a homemaker. Yes. Now I present I am studying. I study a hospital administration course. Yes. Okay. സിമിയുടെ താഴെ എവിടെയാണ് ശരിക്കുന്നത്? എന്റെ അവിടെ മാഞ്ഞാലി നോർത്ത് പറവ് ഇപ്പൊ താമസിക്കുന്നത്. എന്റെ ശരിക്കും എന്റെ വീട് ചേന്നമംഗലം. എന്താണ് ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണ്? മാഞ്ഞാലി. ഓക്കെ. കരിമ്പാടം സ്കൂൾ എന്ന് പറഞ്ഞതിന്റെ പേര് ചോദിച്ചാൽ കരിമ്പാടം ഞാൻ എന്റെ വീട് ചേന്നമംഗലമാണ്. പഠിച്ചത് 10 വരെയും കരിമ്പാടം സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ടാണ് പാലി +1 +2 പഠിച്ചത്. ചേന്നമംഗലത്ത് എവിടെയായിരുന്നു? ചേന്നമംഗലം കോട്ടയം കോവിലത്. Oh, very good. Okay. Very good. Okay. Yes.
പരിചയമുള്ള സ്ഥലമായതുകൊണ്ടാണ് ചോദിച്ചത്. യെസ്, വെരി ഗുഡ്. ഓക്കെ, സിനി പറഞ്ഞു. വെരി ഗുഡ്. അമലു പറഞ്ഞോളൂ. Yes, sir. യെസ്, പറഞ്ഞോളൂ അമലു. My name is Amalendu Vijayan from Pathanamthitta district. 1 to 12 studied from Government HSS Chittaya. After that, I completed degree Catholic College sub BA History. Now I am study hospital administration. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പെട്ടെന്ന് നിർത്തി കേട്ടോ, കുറച്ചുകൂടി വിപുലീകരിക്കാൻ പറ്റും. ഓക്കെ അമലു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത് പറയേണ്ടത് പറഞ്ഞോളൂ, അഞ്ജു പറഞ്ഞോളൂ. My name is Anju. I'm 33 years old. I was born in Pathanamthitta district. I am studied 1 to 4 in 4th standard in MTLP school, Perumbrakada. Then UP section, BA UP school, Perumbrakada. Then high school and higher secondary in NSS Studio. Then I have completed by BSc Nursing, Josco College of Nursing in Bangalore. Then I got married. Married from Kumali. Then I have 3 children. Now I am studying hospital administration course. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 അഞ്ജു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. Thank you, sir. ഹസീന. Yes, sir. പറഞ്ഞോളൂ ഹസീന. പറയാം. യെസ്, പറഞ്ഞോളൂ. ഓക്കെ. I am Hasina. I was born in Kollam, Karnakav. I studied 1 to 10 Kolvari Higher Secondary School in Karnakav. After I studied in higher secondary in Shurinada School. After studying Devasambod College in Shastangoda, degree completed. After I studied in PGDCA computer diploma course in Adur MG Tech. After teaching in computer field. Yes. Oh, yes. After that, I am working in Akshaya Center. Yes. After I am working in computer teaching in. After married. Yes. After married, I am a housewife. Yes. After that, present hospital administration course in Smart Street. 3 children. Okay. Very good, Hasina. Very good. I'm a happy family. Okay. Happy family. Very good. Okay, Hasina. Okay. എന്ത് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. Okay. Very good. ലച്ചു ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ലച്ചുവിന് ഒരു അവസരം കൊടുക്കുകയാണ്. പറഞ്ഞോളൂ ലച്ചു. Hello, sir. Yes. Hello. My name is Lakshmi. I am from Malappuzha. Yes. I am studying LKG to 10th standard, Mary Mother LP School, Pallukutama. Yes. +1, +2 studying in Chanashri Government School. I went to Bangalore to study BSc Nursing, Lakshmi College. Yes. Then married. I met to Trivandrum. Her husband named Sujit. Yes. I completed BSc Nursing. I like drawing very much, and I will draw. Yes. I was going to Navy. It was my sir completed. Okay. പറഞ്ഞോളൂ ലച്ചു. Finished. Okay. Very good. അപ്പൊ you are
You like drawing, Yes, not sir. singing, and not singing. No. No, yes, yes. Okay. Ini Adam. Adam. അടുത്താണ് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, എന്ന് സ്നേഹ പറഞ്ഞോളൂ. സ്നേഹ. Hi, sir. പറഞ്ഞോളൂ സ്നേഹ. I'm Sneha from Ernakulam. Yes. I was born in Trypunithura in Ernakulam district. I am studying primary in KUP school, Erur. I am completed my higher secondary in Ernakulam Vidyaniketan College. Yes. After my degree completed in Ishobavan College, Kachepadi. Yes. In 2019, I am studying diploma in computerized financial management. After that, 2020, my marriage. Yes. After 2021, my baby was born. Then presently, I'm housewife. As now, I'm studying hospital administration in Smart City. വെരി ഗുഡ് നല്ല വടിവത്ത അക്ഷരത്തിലാണ് എഴുതിയത്. പറഞ്ഞ പോലെ ക്ലീൻ ആയിട്ടാണ് സ്നേഹം. ഓക്കെ. നേരത്തെ എഴുതി കഴിച്ചിട്ടാണല്ലോ ആദം റൈറ്റ്. ഹലോ. ഒരു പറഞ്ഞു. ശരിക്കും പേരെന്താണ്? ഓക്കെ, ഫാത്തിമ സിനു. ഫാത്തിമ. ഓക്കെ. പറഞ്ഞോളൂ ഫാത്തിമ. I am Fatima Sino. I am born in Kozhikode in 2002, March 16th. I am now 23 years old. I am the daughter of Mujib and Subaida. I am second child of my family. I completed my study 1 to 7 in Sacred Heart High Secondary School, Tiruvambadi, and also 8 to 12 in Sacred Heart High Secondary School in Tiruvambadi. And also I am got married in 2021, and I have child in 2022. I am a craft worker, like gifting and preparing gifting and surprising our loved ones. And also I am studying hospital administration in Smart Academy. Thank you. Very good. Okay. നല്ല ഭംഗിയായിട്ട് പറഞ്ഞല്ലോ. വെരി ഗുഡ്. ഫാത്തിമ. യെസ്, നവിത. പറഞ്ഞോളൂ നവിത. Okay. Yes. I am Navida from North Paravur. I born at Thrissur and brought up in North Paravur. I studied my primary schooling at Infant Jesus Public School. Later I studied +2 in Government Boys Higher Secondary School, North Paravur. Yes. After that, I graduated from Union Christian College, Aluva. Yes. After that, I got married and went to Singapore and worked for 3 years. Yes. Later, I got pregnant and come back to my home. Yes. Currently, I'm doing my master's degree in IGNOU and practicing PSC classes and learning hospital administration classes. Very good. Okay, you are very talented, Navida. Very good. Okay. Thank you, sir. കൂടെ ഉള്ളവരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ അവസരമുണ്ടത്. വെറുതെ പേര് കൊണ്ട് മാത്രമേ നിങ്ങൾ അവരെ അറിയുന്നുള്ളൂ. നമ്മൾ അവരുടെ ബയോഗ്രഫി പറയുമ്പോഴാണ്, അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോഴാണ് അവർ ഏതൊക്കെ റേഞ്ചിലുള്ള ആളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. ഇത് നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ ആ കാലിബർ അറിയാനും വളരെ എളുപ്പമാണ്. ഓക്കെ, ഇത് നമുക്കിനി തുടരാം. പക്ഷേ ഇപ്പൊ സമയമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബയോഗ്രഫി നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് പറയുന്നു. എവിടെ ജനിച്ചു, എവിടെ പഠിച്ചു, ഇപ്പൊ എന്ത് ചെയ്യുന്നു, എന്തെല്ലാം ഡിഗ്രികൾ നിങ്ങളുടെ കയ്യിലുണ്ട്. യെസ്, ഓക്കെ. ഓൾ ദീസ് തിങ്സ് വി ആർ റെഡി. അപ്പൊ ഇന്ന് നിങ്ങളുടെ പ്രകടനം വളരെ സൂപ്പർ ആയിരുന്നു. ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഞാൻ മലയാളം പറഞ്ഞിട്ട് അതിന്റെ ഇംഗ്ലീഷ് വാക്കുകൾ ചെറിയ വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് നിങ്ങൾ പറഞ്ഞു. ഇനി ക്ലാസ്സിൽ കഴിഞ്ഞു. ഓക്കെ. ടീച്ചറുടെ സമയം കൂടി ഞാൻ കൂട്ടിയെടുത്താണ്. അപ്പോ
ക്ലാസ്സിൽ വരികയാണ്. ഒരിക്കൽ കൂടി ഇന്നത്തെ പ്രകടനത്തിന് എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, Thank you, sir. Good class. Have a nice day, sir. ഓക്കെ. Is a entertainment today. ബോറടിക്കുന്നില്ലല്ലോ, അതാണ് വേണ്ടത്. യെസ്, ഇല്ല സർ, ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു. വെരി ഗുഡ്. ഫുള്ള് ചോദ്യം ചോദിക്കലായിട്ട് ഇന്ന് അടിപൊളിയായി. ഓക്കെ. She will next class, sir. Okay, Sudaina. Okay.